ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഫാസിനേറ്റിംഗ് വേൾഡ് ഓഫ് സ്റ്റഡി. ഇന്ന് നമ്മൾ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പദ്ധതി എന്ന് പറയുന്നത് വയോ സ്വാന്തനം പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളെല്ലാം എടുത്തിരിക്കുന്നത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള സൈറ്റിൽ നിന്നാണ് വിശദാംശങ്ങളെല്ലാം തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് വയോ സ്വാന്തനം പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയിൽ മുതിർന്നവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സദനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷേ അവിടെയും കിടപ്പ് രോഗികളായിട്ടുള്ള വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ള വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനായിട്ട് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സർക്കാർ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഗ്രാന്റ് ലഭ്യമാക്കി കിടപ്പ് രോഗികളായിട്ടുള്ള വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ് വയോ സാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ കിടപ്പ് രോഗികളായിട്ടുള്ള വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് വയോ സാന്ത്വനം പദ്ധതി എന്ന് പറയുന്നത്. സ്വകാര്യ മേഖലയുടെ കീഴിൽ പ്രവർത്തിക്കുന്നതാണെങ്കിലും ഗ്രാന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സർക്കാർ ആയിരിക്കും എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ മുതിർന്ന പൗരന്മാർക്കായിട്ട് ഡോർമെറ്ററി സൗകര്യവും പ്രത്യേക ചികിത്സ ആവശ്യമുള്ളവരെ പാർപ്പിക്കുന്നതിന് പ്രത്യേക മുറികളും ചികിത്സാ സൗകര്യങ്ങളും എല്ലാം ഫലപ്രദമായ രീതിയിൽ നൽകുന്ന ഒരു പദ്ധതിയാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന്, പരിചരണം ഇവയൊക്കെ ഈ പറയുന്ന വയോ സാന്ത്വനം പദ്ധതിയിലൂടെ ഈ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത വയോജന പദ്ധതികളുമായിട്ട് കാണാം. താങ്ക്